എത്ര വർഷമായി ഇവിടെ? ഞാൻ 19 വർഷം. 19 വർഷം ഇവിടെ സർവീസ് കയറിയിട്ടല്ലേ? ഉരക്കുഴി വെള്ളച്ചാട്ടം ഇത് അറിയപ്പെടുന്നത്. ഉരക്കുഴി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെള്ളം വന്ന് ചാടി പാറയ്ക്ക് കംപ്ലീറ്റ് ഉരുള് പോലെ പൊത്ത. അതുകൊണ്ടാണ് ഉരുള് പോലെ പൊത്തുകളുണ്ടാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം പേര് വരാൻ കാരണം. പൊത്തുകൾ ചെറിയ പൊത്തുകളാണ്, വലിയ പൊത്തുകളുണ്ട്, ചെറിയ പൊത്തുകളുണ്ട്. ഒരാളൊക്കെ കടന്നു പോകാൻ പറ്റുന്ന അത്രയും വലിയ പൊത്തുകളായിരിക്കും. 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കും. ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കും. ഇവിടെ നിന്ന് താഴോട്ട് എത്രയാണ്? 600 അടി. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിന് പ്രത്യേകത ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടിയല്ല അധികം വെള്ളം ഒഴുകുന്ന, പാറയുടെ പൊത്തിക്കൂടി ഉരുള് പോലെ പാറയുടെ പൊത്തിക്കൂടി ഞാൻ പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്റർ താഴെയാണ് ലാസ്റ്റ് പൊന്തുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. പിന്നെ അതിന് മുന്നോടിയായിട്ട് പൊന്തുന്ന പല സ്ഥലങ്ങളുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് താഴ്ഭാഗത്തേക്ക് വീണു പോയാൽ പോയ ആൾ പോയി, കൂടെ വന്നയാൾ തിരിച്ചു പോക്കുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നത് അറിയപ്പെടുന്നത്. ഞാൻ ആന കാട്ടുപോത്തിൻ്റെ സെൻ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികൾ 5 മണി വരെ, കൂടിപ്പോയ 5:30 വരെ അവിടെ വെള്ളച്ചാട്ടത്തിന് ആന എല്ലായിടത്തും അങ്ങോട്ടും പാസ് ചെയ്യുന്നത്. ഈ വഴികളല്ല ഇപ്പം നിങ്ങൾ നടന്നു പോകുന്ന സ്ഥലത്തെല്ലാം ആനയും കാട്ടുപോത്തും പാസ് ചെയ്യുന്ന വൈകുന്നേരമായി. പിന്നെ ഇപ്പം വയനാട്ട് വെച്ചെടുക്കുന്ന കാടായത്. അതുകൊണ്ട് ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം 2-3 മാസത്തിനുള്ളിൽ കടുവേനെ കണ്ടിട്ടുണ്ട്, പുലിനെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ എല്ലാ മറ്റുള്ള മൃഗങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തത് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും അവിടെ ഗൈഡുമാർ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെ ഒരു വിനോദസഞ്ചാരി അപകടത്തിപ്പെട്ടിട്ടില്ല. ഈ നമ്മുടെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തെല്ലാം ഒരു വിനോദസഞ്ചാരിക്ക് എത്തണമെങ്കിൽ ആ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് ട്രെക്കിംഗ് ആയിട്ട് അതിസാഹസികമായ രീതിയിൽ പാറയെക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ അതിൻ്റെ അടിഭാഗത്തെത്താനൊക്കെ. തോണിയിൽ വന്നാൽ ഇല്ല തോണിയില്ല, ട്രെക്കിംഗ് ആയിട്ട് പാറയെക്കൂടെ കയറുകൾ ഉപയോഗിച്ച് അതിസാഹസികമായിട്ട് കയറി വരണം. ആദ്യമെല്ലാം ട്രെക്കിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 15 വർഷം മുമ്പ് വരെ കരിയാത്തുംപാറ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, ജനതാ സ്പോർട്സ് ക്ലബ്ബ്. അവിടെ ഒരു പൈസ അടിക്കായിരുന്നെങ്കിൽ 10 പേരെ വെച്ച് കൊണ്ടുവരുമായിരുന്നു അവർ. പക്ഷേ അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അധ്യാപകൻ ഒരു അറ്റാക്കായി മരിച്ചു, ഈ 10 പേരിൽ ഒരാൾ. അതോടുകൂടി ആ പരിപാടി നിർത്തലാക്കി. സാഹസികമായിട്ടുള്ള പരവ് അഡ്വഞ്ചറസ് ടൂറിസത്തിന് വലിയ സാധ്യത എന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ അവിടെ വേറെ ഈ ഉരക്കുഴിയുടെ അടുത്ത് തന്നെ ഒരു പാറയുണ്ട്. പാറയെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മുകളുള്ള പാറയാണ്. അത് ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഈ കക്കയ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിന് അടുത്ത് മാത്രമേ അങ്ങനെ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ ഒരു അത് കാണാൻ. പിന്നെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു അവിടെ. വിനോദസഞ്ചാരികൾക്ക് ഈ മഴക്കാലത്തും വേനൽക്കാലത്തും വന്നാൽ ആ തൂക്കുപാലം ഉണ്ട്. ആ പാലത്തെ കയറി കൃത്യം ഈ വെള്ളം ഉള്ളിലേക്ക് പോകുന്ന കാണാമായിരുന്നു. എന്ന് പറയാം മുകളിൽ നിന്ന് താഴോട്ട്. ഇത് നമ്മളൊരു സൈഡിൽ നിന്ന് ഇപ്പം വെള്ളച്ചാട്ടം കാണുന്നു. തകർന്നു പോയി. അത് 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നു വിട്ടപ്പം ഇപ്പം കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. ആ സമയത്ത് ആ അണക്കെട്ട് തുറന്നു വിട്ട സമയത്ത് പാലം മൂടി ഒരു മരത്തിൻ്റെ 3/4 ഭാഗം ഉയരത്തിലാണ് വെള്ളം വന്ന് പതിച്ച 3 ദിവസം. അങ്ങനെ ആ പാലം തകർന്നു. അതുകൊണ്ട് ഇപ്പം വിനോദസഞ്ചാരികൾക്ക് ഒരു സൈഡിൽ നിന്നാണ് ഇപ്പം വെള്ളച്ചാട്ടം കാണാനൊക്കെ. പാലം പുനർനിർമ്മിച്ചിട്ടൊന്നും അതിനും പോയിട്ടുണ്ട്, പ്രോജക്റ്റുകളിൽ പോയിട്ടുണ്ട് പുതുക്കി പണിയാൻ വേണ്ടി. പിന്നെ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി സഖാവ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലമാണ് അത് അറിയപ്പെടുന്നത്. അതെല്ലാം കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നത്. അന്ന് തൊട്ടാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആളുകളെല്ലാം